തൊണ്ണൂറ്റിമൂന്നിലാണ് മഹാരാജാസ് ഗ്രൗണ്ടിൽ സന്തോഷ് ട്രോഫിയുടെ ഫൈനൽ നടക്കുകയാണ്. മുളയടിച്ച സ്റ്റേഡിയമാണ് മഹാരാജാസ് ഗ്രൗണ്ടിൽ. അന്ന് ഫൈനലിൽ കേരളം ജയിക്കുകയാണ്. ഫൈനലിൽ ജയിച്ചു കഴിഞ്ഞപ്പോ കപ്പ് കൊടുക്കാൻ വരുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ലീഡർ കെ കരുണാകരനാണ്. അദ്ദേഹം പ്രസ്താവിക്കുകയാണ്, ആരോ അദ്ദേഹത്തിന്റെ ചെവിയിൽ പറഞ്ഞു, കേരളത്തിൽ നല്ലൊരു സ്റ്റേഡിയം ഇല്ല. അദ്ദേഹം അവിടെ വെച്ച് ആ വേദിയിൽ വെച്ച് പ്രഖ്യാപിക്കുകയാണ്, 1 വർഷത്തിനകം കേരളത്തിൽ ഒരു അന്താരാഷ്ട്ര ഫുട്ബോൾ സ്റ്റേഡിയം ഉണ്ടാകും, കൊച്ചിയിൽ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കരുണാകരൻ ഫുട്ബോൾ കളിക്കാൻ തുടങ്ങിയ സ്റ്റേഡിയത്തിൽ പിണറായിയുടെ ഭരണകാലത്ത് നടക്കുന്നത് ഭരതനാട്യം, അതും തട്ടിപ്പുകാരുടെ. എടോ, ദിവ്യ ഉണ്ണിക്ക് ഭരതനാട്യം കളിക്കാനാണോ സ്റ്റേഡിയം ഉണ്ടാക്കിയത്? ഫുട്ബോൾ കളിക്കാൻ ഉണ്ടാക്കിയതല്ലേ? എന്നിട്ട് പാവം നമ്മുടെ ഉമ്മച്ചേച്ചി അല്ലേ, എന്തോ ഭാഗ്യം കൊണ്ട്, നമ്മുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട്, കേരളത്തിലെ ലക്ഷോപലക്ഷം ജനങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് ഉമ്മച്ചേച്ചി സുഖം പ്രാപിക്കുകയാണ്. ആ സ്റ്റേഡിയം ഒന്ന് മര്യാദയ്ക്ക് നല്ല രീതിയിൽ അതിന്റെ പ്രവർത്തനങ്ങൾ നടത്താൻ പോലും ഈ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല. കെ കരുണാകരൻ തുടക്കം കുറിച്ച ഒട്ടേറെ വികസന ഫാക്ട് ഉണ്ട്, കെൽട്രോൺ ഉണ്ട്. ചെറുപ്പക്കാരുള്ളതുകൊണ്ട് പറയാണ്, ഫുട്ബോളിന്റെ കാര്യം പറയാണ്. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ സന്തോഷ് ട്രോഫി എന്ന് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ആവേശം നൽകുന്ന യൂത്ത് കോൺഗ്രസിന്റെ പരിപാടി ആയതുകൊണ്ട് പറയാം, ഏറ്റവും ആവേശം കൊടുക്കുന്ന പരിപാടിയാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, അന്ന് സന്തോഷ് ട്രോഫി ജയിച്ചാൽ പിറ്റേ ദിവസം അവധിയാ, സ്കൂളിന് അവധിയാ. അപ്പൊ സന്തോഷ് ട്രോഫി ജയിക്കുക എന്നുള്ളത് ഏറ്റവും ആവേശകരമായിട്ടുള്ള ഒരു കാര്യം. തുടർച്ചയായിട്ട് കേരളം ജയിക്കുന്നു. കേരള പോലീസിന്റെ മികച്ച ഫുട്ബോൾ ടീമുണ്ട്. പുരികേഷ് മാത്യു ഉണ്ട്, വി പി സത്യനുണ്ട്, IM വിജയനുണ്ട്, ജോപോൾ അഞ്ചേരിയുണ്ട്, CV പാപ്പച്ചനുണ്ട്. അന്നത്തെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫുട്ബോൾ ക്ലബ്ബുകളാണ് മോഹൻ ബഗാൻ, ഈസ്റ്റ് ബംഗാൾ, മുഹമ്മദൻസ്. കേരളത്തിലാണെങ്കിൽ ടൈറ്റാനിയം, കേരള പോലീസ്, ഇതൊക്കെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഫുട്ബോൾ ക്ലബ്ബുകളാണ്. ആ കാലത്ത് ഈ കൊച്ചിയിലെ സന്തോഷ് ട്രോഫിക്ക് ശേഷം കേരളത്തിലെ സ്റ്റാറുകളായിട്ട് നിൽക്കുകയാണ് IM വിജയനും സത്യനും, അതുപോലെ തന്നെ ഷറഫ് അലിയും, നമ്മുടെ CV പാപ്പച്ചനും ഒക്കെ. വലിയ തുക കൊടുത്ത് ഈ പ്ലെയേഴ്സിനെ റാഞ്ചാൻ വേണ്ടി ബംഗാളിലെ ക്ലബ്ബുകൾ വരികയാണ്. അക്കാലത്തെ വലിയ തുകയാണ്. 1 ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ വലിയ തുക, 50,000 എന്നൊക്കെ പറഞ്ഞാൽ ഈ പാവങ്ങൾക്ക് അത് വലിയ തുകയാണ്. ഇവർ കേരള പോലീസിലെ സാധാരണ കോൺസ്റ്റബിൾമാരാണ്. അന്ന് IM വിജയനും സത്യനും ഒക്കെ കേരളം വിടാൻ തീരുമാനിക്കുന്നു. മോഹൻ ബഗാനിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. ഷറഫ് അലി മുഹമ്മദൻസിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. ഈസ്റ്റ് ബംഗാളിലേക്ക് ചില കളിക്കാർ പോകാൻ തീരുമാനിക്കുന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ അടുത്ത്, ലീഡറുടെ അടുത്ത് ഈ വിവരെത്തുകയാണ്. അദ്ദേഹം ഉടൻ തന്നെ അവരെ മുഴുവൻ വിളിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ കേരളം വിട്ടു പോകരുത്, നിങ്ങൾക്ക് എന്ത് സൗകര്യം ആവശ്യമുണ്ടെങ്കിലും ചെയ്തു തരാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് ഫുട്ബോൾ കളിക്കാരുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അന്ന് പോകാതെ നിന്നൊരു കളിക്കാരുണ്ട്. ആ കളിക്കാരന്റെ പേരാണ് CV പാപ്പച്ചൻ. ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച മിഡ്ഫീൽഡർ CV പാപ്പച്ചൻ. ഞാൻ അദ്ദേഹവുമായി ഒരിക്കൽ സംസാരിക്കണം. അദ്ദേഹം പറഞ്ഞു, ലീഡർ പറഞ്ഞതുകൊണ്ട് ഞാൻ പോയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു മുഖ്യമന്ത്രി ഫുട്ബോൾ കളിക്കാരുടെ കാര്യത്തിൽ പോലും ഇത്ര ശ്രദ്ധ കാണിച്ചൊരു മുഖ്യമന്ത്രി. അതുപോലെ തന്നെയല്ലേ ഉമ്മൻചാണ്ടി സാർ? ഇതുപോലെ പാവങ്ങളോട് കരുണ കാണിച്ചൊരു മുഖ്യമന്ത്രി കേരളത്തിൽ പറയുണ്ടായിട്ടുണ്ട്. പാവപ്പെട്ട മനുഷ്യരുടെ ഒരു പ്രശ്നം മുന്നിൽ വന്നാൽ ആ നിമിഷം തീരുമാനമെടുക്കുന്ന ഒരു മുഖ്യമന്ത്രി. ലക്ഷോപലക്ഷം മനുഷ്യരെ ഓരോ ദിവസവും ഒരാരോഗ്യ പ്രശ്നവും വകവയ്ക്കാതെ എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഇങ്ങനെ നിന്നിട്ട് മണിക്കൂറുകൾ നീണ്ടു നിന്ന് പാതിരാത്രി വരെ, പുലർച്ചെ വരെ മനുഷ്യരുമായി കാണാൻ എങ്ങനെയാണ് സാധിക്കുക? എന്താണ് അല്ലേ? അത്ഭുതപ്പെട്ടു പോകുന്ന ഒരു എനർജി അദ്ദേഹത്തിനുണ്ടായിരുന്നു. നമ്മൾ കണ്ടല്ലോ, ഉമ്മൻചാണ്ടി സാർ വിടവാങ്ങിയപ്പോ കേരളം തേങ്ങിയെന്ന് നമ്മൾ കണ്ടല്ലോ. രാഷ്ട്രീയത്തിനതീതമായി, മതത്തിനതീതമായി, ജാതിക്കതീതമായി കൊച്ചുകുട്ടികൾ പോലും കേരളത്തിന്റെ തെരുവോരങ്ങളിൽ കാത്തു നിന്നുകൊണ്ട് ഉമ്മൻചാണ്ടി സാറിന് ഒരു അന്ത്യയാത്ര നൽകാൻ വേണ്ടി, അന്ത്യാഭിവാദ്യം നൽകാൻ വേണ്ടി കാത്തു നിന്ന ആ കാഴ്ച കേരളത്തിന് മുൻപ് എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? സമാനതകളില്ലാത്ത കാഴ്ചയല്ലേ കണ്ടത്? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കേരളത്തിന്റെ ജനഹൃദയങ്ങളിലാണ് ഇവരൊക്കെ കുടിയേറിയത്. ജനഹൃദയങ്ങളിലാണ് കെ കരുണാകരനും ഉമ്മൻചാണ്ടിയും ഒക്കെ കുടിയേറി പാർത്തത്. നമ്മുടെ രാജ്യത്ത് ഇന്നും നമ്മുടെ രാജ്യത്ത് ഉത്തർപ്രദേശിലെ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിലെ വിദൂര ഗ്രാമത്തിൽ പോയി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമേ അവർക്ക് പറയാനുണ്ടാകൂ, സാക്ഷാൽ ഇന്ദിരാഗാന്ധി. മറ്റൊരു ഉത്തരം അവർക്കറിയില്ല. ശരിയല്ല ഞാൻ പറഞ്ഞത്? ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ലാത്ത കാലത്ത്
പത്രമാധ്യമങ്ങളില്ലാത്ത, സാമൂഹ്യ മാധ്യമങ്ങളില്ലാത്ത ഒരു കാലത്ത് ഇന്ദിരാഗാന്ധി എന്ന നാമം ഇന്ത്യ മഹാരാജ്യത്തെ ഗ്രാമാന്തരങ്ങളിലെ ജനങ്ങളുടെ മനസ്സിൽ കുടിയേറിയിട്ടുണ്ടെങ്കിൽ അവർ ഈ സമൂഹത്തിൽ ചെലുത്തിയിട്ടുള്ള സ്വാധീനം എന്തായിരിക്കും? അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന മഹാപ്രസ്ഥാനം ഉണ്ടല്ലോ, ആ മഹാപ്രസ്ഥാനം ഈ രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങളുടെ ഹൃദയത്തിലുള്ള പ്രസ്ഥാനമാണ്.